നമസ്കാരം സാർ. നമസ്കാരം. നമസ്തേ. പണിയായിരുന്നു. ആയി സാറേ, ആയി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ കുട്ടികൾക്കും നീതമായ പഞ്ചമസ്കന്ധം 14-ാം അധ്യായം. ഇനി 24 അതെ അതെ. മുക്തസ്തതോ യദി ബന്ധാത് ദേവദത്ത ഉപാച്ഛിനത്തി തസ്മാദപി വിഷ്ണുമിത്ര ഇത്യനവസ്ഥിതിയും. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് തേൻ ആഗ്രഹിച്ച് പണിപ്പെട്ട് കുഴങ്ങും എന്ന് കാട്ടിലെ സ്ത്രീ പറഞ്ഞു. നാട്ടിലാണെങ്കിൽ കാമാധീനമായിട്ട് പരസ്ത്രീകളെയും പരദ്രവ്യങ്ങളെയും ആഗ്രഹിക്കും. അപ്പോൾ ഉടമസ്ഥനോ രാജാവോ ശിക്ഷിക്കും. ഇതാണ് പറഞ്ഞത്. അതിന്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത്. മുക്തസ്തതോ യദി ബന്ധാത്, അങ്ങനെ രാജാവോ അല്ലെങ്കിൽ മറ്റുള്ള പുരുഷന്മാരാലോ ബന്ധിക്കപ്പെട്ടാൽ, ബന്ധനത്തിൽ നിന്നും യദി മുക്തനായാൽ, ദേവദത്ത ഉപാച്ഛിനത്തി, അങ്ങനെ താൻ അതിൽ നിന്നും ഒരു പക്ഷെങ്കിൽ മുക്തനായി തീർന്നാൽ തന്നെ ഇനിയും പരസ്ത്രീകൾ ഒരുവളെ അല്ലെങ്കിൽ താൻ അപഹരിച്ച സ്ത്രീയെ മറ്റൊരുവൻ, അവന് ദേവദത്തെന്ന് പേര് കൊടുത്തുള്ളൂ, അത് ABC എന്ന് പറയുന്നതിന് പകരം ഒരു പേര് കൊടുത്ത ഉപാച്ഛിനത്തി അപഹരിക്കുന്നു. അതിന് മറ്റൊരാൾ അപഹരിക്കും. തസ്മാദപി വിഷ്ണുമിത്ര, അവനിൽ നിന്നും വിഷ്ണുമിത്രൻ അപഹരിക്കും. ഇത് അനവസ്ഥിതി, അങ്ങനെ ഒരു സ്ഥിരതയില്ലായ്മ വരും. അനവസ്ഥിതി ഉണ്ടാകും. അപഹരണ പരമ്പരയായി വരും. അപ്പോൾ ഒന്നുകൊണ്ടും സുഖാനുഭവം കിട്ടത്തില്ല. ഒരു സ്ത്രീയെ കൊണ്ട് സുഖം അനുഭവിക്കാം എന്ന് വിചാരിച്ച് സുഖാനുഭവത്തിന് വേണ്ടി പുറപ്പെട്ടാൽ, ആ സ്ത്രീയുടെ ഭർത്താവോ അല്ലെങ്കിൽ ബന്ധുക്കളോ രാജാവോ ആ കുറ്റത്തിന് വേണ്ടി ശിക്ഷിക്കപ്പെട്ടാൽ ആ സ്ത്രീയിൽ നിന്നുള്ള സുഖം നമുക്ക് കിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മളതിൽ നിന്ന് മുക്തനായാൽ ആ സ്ത്രീയെ വേറൊരാൾ അപഹരിക്കാം, അവരിൽ നിന്ന് വേറൊരാൾ കൊണ്ടുപോകാം. ഇങ്ങനെ പരമ്പരയായിട്ട് കയ്യിൽ നിന്ന് മാറിപ്പോകാം. അതുകൊണ്ട് ഈ
അപഹരണം പരമ്പരയായിട്ടുണ്ടാകുന്നതല്ലാതെ അപ്പോഴും സുഖാനുഭവത്തിന് നിവൃത്തിയില്ല എന്ന് പറയാൻ പാടുള്ളൂ. അത് മാറി മാറി പോവുകയുള്ളൂ. ശാശ്വതമല്ല, സ്ഥിരമല്ല. സ്ത്രീ സുഖങ്ങളും വസ്തുക്കളെ കൊണ്ട് അനുഭവിക്കുന്ന സുഖങ്ങളും പദാർത്ഥം കൊണ്ട് അനുഭവിക്കുന്ന സുഖവും. ഒരു പദാർത്ഥം എനിക്ക് സുഖം തരും എന്ന് വിചാരിച്ചാൽ അത് എന്നിൽ നിന്ന് അപഹരിച്ച് വേറൊരാൾ കൊണ്ടുപോകുമോ? ഒരു സ്വർണ്ണമാല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, അതൊരു കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. അയാളെ രാജാവ് ബന്ധിച്ചു, അല്ലെങ്കിൽ അയാളെ ശിക്ഷിച്ചു. അയാളിൽ നിന്ന് വീണ്ടും ഇത് വേറൊരാൾ കൊണ്ടുപോയി, വേറൊരാൾ കൊണ്ടുപോയി, വേറൊരാൾ കൊണ്ടുപോയി. ഇങ്ങനെ പരമ്പരയായിട്ട് പലരും അനുഭവിക്കാനല്ലാണ്ട് ആർക്കും ശാശ്വതമായ അനുഭൂതി വിശേഷം ഇതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് തേനിന്റെ കഥ കൊണ്ട് ഞാൻ പഠിച്ചു. മുക്തസ്തോ യദി ബന്ധാത് ദേവദത്ത ഉപച്ഛതി തസ്മാദപി വിഷ്ണുമിത്ര ഇത്യനവസ്ഥിതിം. മുക്തസ്തോ യദി ബന്ധാത് ദേവദത്ത ഉപച്ഛിനത്തി തസ്മാദപി വിഷ്ണുമിത്ര ഇത്യനവസ്ഥിതിം. ക്വചിച്ച ശീതവാദാദ്യനേകാധിദൈവികം ഭൗതികാത്മീയാനാം ദശാനാം പ്രതിനിവാരണേ അകൽപ്പോ ദുരന്തചിന്തയാ വിഷണ്ണ ആസ്തയെ. ക്വചിതച്ച ചിലപ്പോഴാവട്ടെ ശീതം തണുപ്പ്, വാദം കാറ്റ്, ശീതം വാദം ആദിയായകളായ അനേക ആധിദൈവിക ആധിഭൗതിക ആധ്യാത്മികങ്ങളായ ദശകളുടെ മൂന്ന് തരത്തിലുള്ള ദുഃഖം. ആധിദൈവിക ദുഃഖം, ആധിഭൗതിക ദുഃഖം, ആത്മീയ ദുഃഖം എന്ന് വെച്ചാൽ ആധ്യാത്മിക ദുഃഖം. ഈ ദശകൾക്ക് പ്രതിനിവാരണേ, അതിനെ നിവാരണം ചെയ്യുവാനുള്ള വഴികൾ അന്വേഷിച്ചു പോകുമ്പോൾ അതിന്റെ പ്രതിവിധിയിൽ അകൽപ അശക്തനായിട്ട് തീരുക. അതുകൊണ്ടായ ദുരന്ത ചിന്ത കൊണ്ട് വിഷണ്ണനായിട്ട് തന്നെ ഇരിക്കും. കാട്ടിൽ വരുന്ന ചൂടും തണുപ്പും വെയിലും മഴയും മഞ്ഞും കൊണ്ട് സഹിക്കാനാവാതെ വ്യസനിക്കും. ചിലപ്പോൾ കാറ്റും തണുപ്പും അസഖ്യമാവും. ഇതുപോലെയാണ് നാട്ടിൽ കാറ്റും തണുപ്പും പോലെ മൂന്ന് തരം ദുഃഖങ്ങൾ മാറി മാറി വരും. ഒന്നിൽ ആധ്യാത്മികം, അല്ലെങ്കിൽ ആധിഭൗതികം, അല്ലെങ്കിൽ ആധിദൈവികം. അതുകൊണ്ട് ഈ ദുരന്തത്തെ തടുക്കാൻ ഒരു വഴിയുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ അനുഭവിച്ചതാണ് പ്രതിവിധികളൊന്നുമില്ല, അപ്രതിവിധേയമാണ്. അതുകൊണ്ട് ദുഃഖിതനായി തന്നെ കഴിഞ്ഞുകൂടും ഇന്നത്തെ പോലെ. ക്വചിച്ച ശീതവാദാദ്യനേക അതിദൈവിക ഭൗതികാത്മീയാനാം ദശാനാം പ്രതിനിവാരണേ അകൽപോ ദുരന്ത ചിന്തയാ വിഷണ്ണ ആസ്തേ. ക്വചിച്ച ശീതവാദാദ്യനേക അതിദൈവിക ഭൗതികാത്മീയാനാം ദശാനാം പ്രതിനിവാരണേ അകൽപോ ദുരന്ത ചിന്തയാ വിഷണ്ണ ആസ്തേ. ക്വചിന്മിഥോ വ്യവഹരൻ യത്കിഞ്ചിത് ധനമന്യേഭ്യോ വാം കാകിണികാമാത്രം അപ്യപഹരൻ യത്കിഞ്ചിദ്വാ വിദ്വേഷമേതി വിത്തശാത്. ക്വചിത് ചിലപ്പോൾ, മിഥ പരസ്പരം, വ്യവഹരൻ പരസ്പരം വ്യവഹാരം നടത്താം, കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക, അതാണല്ലോ വ്യവഹാരം നടത്താനായിട്ട്. യത് കിഞ്ചിത് ധനം, ഏതെങ്കിലും തരത്തിലുള്ള കുറച്ച് ധനം, അന്യേഭ്യ മറ്റുള്ളവരിൽ നിന്നും ഏതെങ്കിലും കുറച്ച് ധനം ആകട്ടെ, കാകിണിക മാത്രം. കാകിണിക എന്ന് പറയുന്നത് ചെറിയ നാണയത്തിന്റെ പേരാണ്. പഴയ ഭാഷയിൽ കാൽപ്പണം എന്നൊക്കെ പറയും. എന്നാ 26 അയ്യോ ശരി, അന്നെ വിടാന്നോ? അന്ന് ഞാൻ മറ്റാരെയും വിടാനേ പറ്റും. അന്ന് എന്റെ കുടുംബക്ഷേത്രത്തിലെ വാർഷികം കലശമാണ്. അതെ, അതെങ്ങനെ വന്നു? ഇതുവരെ വരാനല്ല, തിരുവാതിരയാണ് അവിടെ. അന്ന് തിരുവാതിര. നേരത്തെ വന്ന് നന്നായി. അന്ന് ഇതുവരെ വന്നിട്ടേ ഇല്ലല്ലോ. അറിയും വിടാം. ഹലോ.
ഞാൻ ക്ലാസ്സിലാണ് ലക്ഷ്മൺ. അത് കഴിഞ്ഞിട്ട് ക്വചിന്മിഥോ വ്യവഹരൻ യത്കിഞ്ചിത് ധനമന്യേഭ്യോ വാം കാകിണികാമാത്രമപ്യപഹരൻ. കാൽപ്പണം മാത്രമെങ്കിലും അപഹരിച്ചാൽ, ചെറിയ നാണയമെങ്കിലും അപഹരിച്ചാൽ, യത്കിഞ്ചിദ്വാ വിദ്വേഷമേതി, ഏതെങ്കിലും തരത്തിൽ ഒരു വിദ്വേഷത്തെ പ്രാപിക്കും. വിത്തഷാഠ്യാ, വിത്തത്തിനോടുള്ള ശാഠ്യം കിട്ടും. ഒരു ചെറിയ മുതൽ അപഹരിച്ചാൽ പോലും മറ്റുള്ളവരുടെ, അന്യേഭ്യ കാകിണിക മാത്രം വാപി അപഹരൻ, മറ്റുള്ളവരിൽ നിന്നും ഒരു ചെറിയ തൊട്ടെങ്കിലും അപഹരിച്ചാൽ അതുകൊണ്ട് വിദ്വേഷം ഉണ്ടാകും. കാരണം വിത്തശാഠ്യന്മാരാണ് മനുഷ്യരെല്ലാം തന്നെ. ധനത്തിനു വേണ്ടി ശാഠ്യത വെച്ചു പുലർത്തുന്നവരാണ്. ധനനിമിത്തമുള്ള കലഹം കൊണ്ട് വിദ്വേഷം പ്രാപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും ഒന്നും സ്വീകരിക്കാൻ ആഗ്രഹിക്കരുത് എന്നൊരു പാഠം ഈ ഒരു വഴിയിൽ നിന്നും പഠിച്ചു. ക്വചിന്മിഥോ വ്യവഹരൻ യത്കിഞ്ചിത് ധനമന്യേഭ്യോ വാ കാകിണികാമാത്രമപ്യപഹരൻ യത്കിഞ്ചിദ്വാ വിദ്വേഷമേതി വിത്തഷാഠ്യാത്. ക്വചിന്മിഥോ വ്യവഹരൻ യത്കിഞ്ചിത് ധനമന്യേഭ്യോ വാ കാകിണികാമാത്രമപ്യപഹരൻ യത്കിഞ്ചിദ്വാ വിദ്വേഷമേതി വിത്തഷാഠ്യാത്. അത്ഥന്യമുഷ്മിന്നിമ ഉപസർഗാസ്തഥാ സുഖദുഃഖരാഗദ്വേഷഭയാഭിമാന പ്രമോദ ഉന്മാദശോകമോഹലോപമാത്സര്യേഷ്യാപമാനക്ഷുത്പിപാസ ആദിവ്യാധി ജന്മജരാമരണാദയാം. ഈ വഴിയിൽ കൂടി പോയാൽ, ഈ പ്രവൃത്തി മാർഗത്തിൽ അധ്വനി അമുഷ്മിൻ, അമുഷ്മിൻ അധ്വനി, ഈ വഴിയിൽ ഇമാഹ, ഈ ഉപസർഗങ്ങൾ, ആപത്തുകൾ, വിപത്തുകൾ, ഈ വഴി കൂടി, ഈ പ്രവൃത്തി മാർഗത്തിൽ കൂടി സഞ്ചരിച്ചു പോയാൽ കുറേ ഉപസർഗങ്ങളുണ്ടാകും. എന്തൊക്കെയാണ്? സുഖം, ദുഃഖം, രാഗം, ദ്വേഷം, ഭയം, അഭിമാനം, പ്രമാദം, ഉന്മാദം, ശോകം, മോഹം, ലോഭം, മാത്സര്യം, ഈർഷ്യ, അപമാനം, ക്ഷുത്ത്, പിപാസ, ആധി, വ്യാധി, ജന്മം, ജര, മരണം, ഇങ്ങനെ പറയട്ടെ. ഈ ആപത്തുകൾ ആർക്കും അനുഭവിക്കേണ്ടി വരും. സംസാരരൂപമാകുന്ന പ്രവൃത്തി മാർഗത്തിൽ കൂടി സഞ്ചരിച്ചു പോകുന്നവർക്ക് ഇങ്ങനെ കുറെ ആപത്ത് ഉണ്ടാകും എന്ന് ആ ആപത്തിന്റെ പരമ്പരയൊന്ന് അവതരിപ്പിച്ച് കാണിക്കുന്നത്. അർത്ഥന്യമുഷ്മിന്നിമ ഉപസർഗാസ്തഥാ സുഖദുഃഖ രാഗദ്വേഷഭയാഭിമാന പ്രമോദോന്മാദ ശോകമോഹലോഭമാത്സര്യേഷ്യാവമാനക്ഷുത്പിപാസാധിവ്യാധി ജന്മജരാമരണാദയാം. അത്യന്യമുഷ്മിന്നിമ ഉപസർഗാസ്തഥാ സുഖദുഃഖരാഗദ്വേഷഭയാഭിമാന പ്രമോദോന്മാദ ശോകമോഹലോഭമാത്സര്യേഷ്യാവമാനക്ഷുത്പിപാസാധിവ്യാധി ജന്മജരാമരണാദയാം. സ്വാഭിദേവമായി യാ സ്ത്രീയാം ഭുജലതോപകൂഢപ്രസ്കന്ന വിവേക വിജ്ഞാനോ യദ്വിഹാരഗൃഹാരംഭാകുലഹൃദയസ്തദാശ്രയാപസക്ത സുതദുഹിതുർകളത്രഭാഷിതാവലോക വിചേഷ്ടിത അപഹൃതഹൃദയ അജിതാത്മാപാരെ അന്ധേതം പ്രഹിണോതി. ക്വാപി, ചിലപ്പോൾ, ദേവമായ, ദേവന്റെ, ഈശ്വരന്റെ മായാസ്വരൂപമായിരിക്കുന്ന സ്ത്രീയാൽ ഭുജലതോപഗൂഢ, കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്യപ്പെടുമ്പോൾ പ്രസ്കന്ന വിവേകം, പ്രസ്കന്നം നശിച്ചു പോകാൻ, നശിച്ച വിവേകത്തോടു കൂടിയവനായിട്ട് വിജ്ഞാനവും നഷ്ടപ്പെട്ട് വിവേകവും നഷ്ടപ്പെട്ട് ഗൃഹാരംഭ ആകുലഹൃദയ, എപ്പോഴാണോ യാതൊരു സ്ത്രീയുമായുള്ള പീഡയ്ക്ക് വേണ്ടി, വിഹാരത്തിന് വേണ്ടി, ഗൃഹാരംഭ, ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ട് പരവശരായ മനസ്സോടു കൂടിയവനായിട്ട്
യത് വിഹാര ഗൃഹാരംഭ ആകുലഹൃദയ തഥാ ആശ്രയാവസക്ത സ്ഫുത ദുഹിതു കളത്രഭാഷിതാവലോക വിചേഷ്ടിത അപഹൃതഹൃദയ. അങ്ങനെ എപ്പോഴാണോ ഭവൻ നിർമ്മാണത്തിൽ ഏർപ്പെട്ട് ദുഃഖിക്കുന്ന മനസ്സോടു കൂടിയവനായിട്ട് അപ്പോൾ തദാശ്രയ അവസക്തം അവളുടെ ഭവനത്തിലുള്ളവരിലുള്ളവരുമായി ബന്ധപ്പെട്ട് അവളെ ആശ്രയിച്ചു നിൽക്കുന്നവരുമായുള്ള ബന്ധം കൊണ്ട് അവസക്തം ബന്ധം. സുത ദുഹിതൃ കളത്ര ഭാഷിത സുതന്മാർ പുത്രന്മാർ, ദുഹിതാവ് പുത്രികൾ, കളത്രം ഭാര്യ, ഇവരുടെ വചനം, അവലോകം നോട്ടം, വിചേഷ്ടിതം വ്യാപാരം, ഇവ കൊണ്ട് അപഹൃതഹൃദയനായി അപഹരിക്കപ്പെട്ട ഹൃദയത്തോടുകൂടിയനായിട്ട് യത് വിഹാര ഗൃഹാരംഭ ആകുലഹൃദയ തദാശ്രയ അപഭക്ത ഫുത ദുഹിതൃ കളത്ര ഭാഷിത അവലോക വിചേഷ്ടിത അപഹൃതഹൃദയ ആത്മാനം അജിതാത്മാപാരേ. ആത്മാനം ആത്മാവിനെ അജിതാത്മാ ജയിക്കാനാകാത്തവനായിട്ട് അപാരേ അന്ധേ തമസ് പ്രഹിണോതി അപാരമായ അന്ധതമസിൽ മുങ്ങിപ്പോകുന്നു, അതിലേക്ക് തള്ളിയിടുന്നു. അത്യാസക്തി കൊണ്ട് എങ്ങനെയായിരിക്കും ദുഃഖിക്കേണ്ടി വരിക എന്നതിന് ചില ഉദാഹരണം കാണിച്ചാണ്. ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഈശ്വരന്റെ മായാവിലാസങ്ങളാണ്. അതിൽ ആകർഷകരായിട്ടാണ് പോകുന്നത്. അതിലൊന്നാണ് സ്ത്രീയെ. അത് അവളുടെ കൈകൊണ്ട് ആലിംഗനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കാമാധീനനായി തീർന്നു ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടവനായിത്തീരും. വിവേകവും വിജ്ഞാനവും ഇല്ലാണ്ടാവും. പിന്നെ ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇവളെ ലഭിക്കാൻ ഏത് കുമാർഗം സ്വീകരിച്ചും ഓടി നടക്കുന്നവനായിട്ട് തീരും. അങ്ങനെ ആയിത്തീർന്നാൽ അവളോട് കൂടി രമിക്കാൻ വേണ്ടി ഒരു വീട് വേണം എന്നന്വേഷിച്ച് ഹോട്ടൽ മുറികളോ വീട് മുറികളോ വാടക വീടുകളോ അല്ലെ സ്വന്തം വീടുകളോ ഒക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി പരിശ്രമിച്ച് അതുകൊണ്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കും. എന്നിട്ട് അവളുടെ വിലാസചേഷ്ടകൾ ആസക്തരായിത്തീരും. അപ്പോൾ പുത്രന്മാർ അല്ലെങ്കിൽ പുത്രികൾ, ഭാര്യ ഇവരുടെ സംഭാഷണം കേൾക്കുകയോ അവരെ കാണുകയോ അവരുടെ വ്യാപാരങ്ങളെ സൂക്ഷിച്ച് നമുക്ക് സന്തോഷിക്കുക എന്നിവ കൊണ്ട് അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടി ഇന്ദ്രിയങ്ങളെ ജയിക്കാനാകാത്തവനായിട്ട് മഹാനരകത്തിലേക്ക് തന്റെ ആത്മാവിനെ കൊണ്ടുവിടുക തന്നെ ചെയ്യും. ഇത് ലോകാനുഭവത്തിന്റെ ഒരു വഴി കാണിച്ചു കൊടുത്തത് മാത്രമേ ഉള്ളൂ. ക്വാപി ദേവമായ സ്ത്രീയാം കുജലതോപഗൂഢ പ്രസ്കന്നവ്യേക വിജ്ഞാനോ യദ്വിഹാരഗൃഹാരംഭ ആകുലഹൃദയ തത് ആശ്രയാവസക്ത ഫുത ദുഹിതൃകളത്ര ഭാഷിത അവലോക വിചേഷ്ടിതാപഹൃതഹൃദയ ആത്മാനം അജിതാത്മാ പാരയന്ധേ തംസി പ്രഹിണോതി. ക്വാപി ദേവമായ സ്ത്രീയാ ഭുജലതോപഗൂഢ പ്രസ്കന്ന വിവേക വിജ്ഞാനോ യദ്വിഹാരഗൃഹാരംഭാകുലഹൃദയ തദാശ്രയാപഫുതദുഹിതൃകളത്ര ഭാഷിത അവലോക വിചേഷ്ടിതാപഹൃതഹൃദയ ആത്മാനം അജിതാത്മാപാരയന്തേ തംസി പ്രഹിണോതി. കദാചിത് ഈശ്വരസ്യ ഭഗവതോ വിഷ്ണോശ്ചക്രാത് പരമാണ്വാദി ദ്വിപരാർത്ഥാപവർഗകാലോപലക്ഷണാത് പരിവർത്തിതേന വയസാരംഭസഹരത ആബ്രഹ്മ തൃണസമ്പാദീനാം ഭൂതാനാം അനിമിഷതോ മിഷതാം വിത്രസ്തഹൃദയസ്തമേവേശ്വരം കാലചക്രനിജായുധം സാക്ഷാത് ഭഗവന്തം യജ്ഞപുരുഷമനാദിത്യ പാഖണ്ഡദേവതാ കംഗൃത്ര വടപ്രായാ ആര്യസമയപരിഹൃതാഃ സാങ്കേത്യേന അഭിധത്തെ. കദാചിത് വേറെ ചിലപ്പോൾ ഈശ്വരസ്യ ഭഗവതോ വിഷ്ണു ചക്രാത് ഈശ്വരനായ ഭഗവാനായ വിഷ്ണുവിന്റെ ചക്രം കാരണമായിട്ട് പരമാണു ആദി ദ്വിപരാർത്ഥ പരമാണു ആദിയായ പരമാണു മുതലുള്ള
ദ്വിപരാർത്ഥ അപവർഗകാല ഉപലക്ഷണാത്. ദ്വിപരാർത്ഥം വരെ കാലത്തിന്റെ ഒരു അവധിയാണ് ദ്വിപരാർത്ഥം, 2 പരാർത്ഥത്തോളം. അത് ബ്രഹ്മാവിന്റെ ഒരു ആയുസ് മുഴുവനാണ്. അത്രയും കാലം എന്ന അടയാളത്തോട് കൂടിയ ഈ സംസാര ചക്രം എന്ന്, ആ ചക്രം ഹേതുവായിട്ട് അതിൻ്റെ കഥാചിത് ഈശ്വരസ്യ ഭഗവതോ വിഷ്ണോഹോ, ഈശ്വരനായ ഭഗവാനായ വിഷ്ണുവിന്റെ കാലചക്രത്തിന്റെ തിരച്ചിലിൽ പരമാണു മുതൽ ദ്വിപരാർത്ഥ അപവർഗകാല ഉപലക്ഷണം വരെ പരിവർത്തിതേന, അതുവരെ ഇങ്ങനെ കറങ്ങിത്തിരിയുന്നത് കൊണ്ട് വയഫ രംഹഫ, ശക്തിയോടുകൂടിയ വയസ്സുകൊണ്ട്, കാലം കൊണ്ട്, രംഹഫ എന്നത് ശക്തിയോടുകൂടിയ വയസ്സിനാൽ വയഫ രംഹഫ ഹരത, അതുകൊണ്ട് ഹരിക്കപ്പെടുന്നു. ആബ്രഹ്മ തൃണ സ്തംഭാദീന ഭൂതാനാം, ബ്രഹ്മാവ് മുതൽ പുല്ലുവരെയുള്ള ആബ്രഹ്മ തൃണ സ്തംഭാദീന, അതുവരെയുള്ള ഭൂതങ്ങളുടെ പ്രാണികളെ ഹരത നശിപ്പിക്കുന്ന, ആബ്രഹ്മ തൃണ സ്തംഭാദീനാം ഹരത ഭൂതാനാം ഹരത, അനിമിഷതോ കണ്ണടയ്ക്കാതെ മിഷതാം മിഴിച്ചു നോക്കിയിരിക്കുന്ന വിത്രസ്ത ഹൃദയ, വിത്രസ്തമായ വിശാലമായ ഹൃദയത്തോടു കൂടിയവനായിട്ട് തമേവ ഈശ്വരം കാലചക്ര നിജായുധം, അതിന് കാരണക്കാരനായ കാലചക്രമെന്ന തന്റെ ആയുധത്തോടു കൂടിയ സാക്ഷാത് ഈശ്വരനായ ഭഗവാനെ, യജ്ഞപുരുഷനായ ഭഗവാനെ അനാദിത്യ ആദരിക്കാതെ പാഖണ്ഡദേവത, പാഖണ്ഡന്മാരായ വേദവിരുദ്ധവാദികളായ ദേവതകളെ കങ്ക ഗർത്ത ബക വടപ്രായാഹ, അവരെ എന്താണ് കങ്കൻ അല്ലെങ്കിൽ കഴുക്, പരുന്ത്, കൊറ്റി എന്നിവയ്ക്ക് തുല്യമായ പാഖണ്ഡ ദേവതകളെ, കങ്ക ഗർത്ത ബക വടപ്രായാഹ പാഖണ്ഡ ദേവതാഹ ആര്യസമയ പരിഹൃതാഹ, അവരെ ആര്യന്മാരുടെ ആചാരത്താൽ പരിഹരിക്കപ്പെട്ടുകൊണ്ട് സാങ്കേത്യേന അഭിധത്തെ, സാങ്കേത്യം കൊണ്ട് സങ്കേതം കുറിക്കുക, കൽപ്പിക്കുക, കൽപ്പിതമായ നാമങ്ങൾ കൊണ്ട് അഭിധത്തെ അഭിധാനം ചെയ്യുന്നു. വനത്തിൽ ഹരിചക്രം എന്നുള്ളതിന് സിംഹക്കൂട്ടം എന്നർത്ഥം. ഹരിക്ക് സിംഹം എന്നർത്ഥമുണ്ട്, ചക്രത്തിന് കൂട്ടം എന്നർത്ഥം. ചിലപ്പോൾ വനത്തിൽ സിംഹക്കൂട്ടങ്ങളെ ഭയപ്പെടും എന്ന് പറഞ്ഞതിന് സാരം പറയാൻ പോവാണ് ഇവിടെ. എല്ലാം ചെയ്യാൻ സമർത്ഥനായ, സമസ്ത ഗുണസമ്പൂർണനായ, എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്ന ഭഗവാന്റെ ഏറ്റവും ചെറിയ സൃഷ്ടിയായ പരമാണു മുതൽ ഈ പരാർത്ഥം വരെ നീണ്ടു നിൽക്കുന്ന അത്രത്തോളം കാലമാകുന്ന ലക്ഷണത്തോടു കൂടിയ കാലചക്രത്തിന്റെ ഈ ശക്തിയോട് കൂടിയ ഭ്രമണവേഗത്തിൽ കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് അണു മുതൽ സകല ജീവജാലങ്ങളും അതിൻ്റെ അകത്ത് അന്തർഭവിക്കുകയും ചെയ്യും. അപ്പോൾ ബാല്യം, യൗവനം, വാർദ്ധക്യം മുതലായ അവസ്ഥാവിശേഷങ്ങളിൽ കൂടി കടന്ന് കാലചക്രത്തിന്റെ വേഗതയിൽ പോയി ബ്രഹ്മാവും
കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. ആ, നെറ്റ് പോയതായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഭഗവാന്റെ കാലചക്രത്തിൽ അകപ്പെട്ട് ബ്രഹ്മാവ് മുതൽ പുല്ലുവരെയുള്ള സകല ജീവജാലങ്ങളും അതിവേഗതയിൽ കടന്നു പോകുന്ന കാലത്തിൽ അകപ്പെട്ട് ബാല്യകൗമാര വാർദ്ധക്യങ്ങൾ എത്ര വേഗം കടന്നു പോകും. അത് നോക്കിയിരിക്കെ, കണ്ണു മിഴിച്ചു നോക്കിയിരിക്കെ കാലം കടന്നു പോകും. അനിമിഷത്തോ മിഷതാം, കണ്ണടയ്ക്കാതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി, പെട്ടെന്ന് കാലം കടന്നു പോകും. അതിവേഗതയിലാണ് കാലത്തിന്റെ സഞ്ചാരം. അതിവേഗതയോടുകൂടിയാണ്. അതിലകപ്പെട്ടു പോകും എല്ലാവരും. ബ്രഹ്മാവ് വരെ എല്ലാവരും അതിലകപ്പെടുന്നവരാണ്. അത് ഭഗവാന്റെ കാലചക്രത്തിന്റെ നിയതമായ വ്യവസ്ഥ തന്നെയാണ്. അതിലകപ്പെട്ടിട്ട് കഴുകൻ, കാക്ക മുതലായിരിക്കുന്ന ദുർബലന്മാരെ ആശ്രയിക്കുന്നത് പോലെ സിംഹത്തിൽ നിന്നും ഭയപ്പെട്ടിട്ടാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. കാലചക്രത്തിൽ നിന്നും ഭയപ്പെട്ടിട്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ, കാലചക്രത്തെക്കാൾ ദുർബലന്മാരായ ചില ദേവതകളെ ആശ്രയിക്കുന്നത് പോലെ അവിടെ രക്ഷ കിട്ടില്ല. പാഖണ്ഡന്മാരുടെ ദേവതകളായ കുറെ അധികം ദുർദേവതകൾ ഓരോരോ കാലഘട്ടത്തിലും വളരും. അവരെ ആശ്രയിച്ചാൽ കാലചക്രത്തിൽ രക്ഷപ്പെടാമെന്ന് ആഗ്രഹിച്ച് മനുഷ്യരും എല്ലാവരും അതിന്റെ പുറകെ ഓടി നടക്കും. അതുകൊണ്ട് ഫലം കിട്ടുകയില്ല. എന്ന് മാത്രമല്ല, സത്കർമ്മങ്ങളുടെ ഫലം തരുന്ന ചക്രായുധമാകുന്ന ഭഗവാന്റെ ശരണം പ്രാപിച്ചാൽ ഫലം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യാതെ വേദവിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്ത് വേദവിരുദ്ധമായ ദേവതകളെ കൽപ്പിച്ച് അവരെ ആശ്രയിച്ച് ഭയത്തിൽ നിന്നും രക്ഷ നേടാൻ നോക്കിയാൽ രക്ഷ കിട്ടില്ല. കാലചക്രത്തിന്റെ ഗതിവേഗം എല്ലാവരും ശരിക്ക് കാണുമെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗം കാണാതെയാണ് ഈ പാഖണ്ഡ മതങ്ങളെ ആശ്രയിച്ചിട്ട് ആത്മനാശം തന്നെ വന്നു ചേരും. സംസാര ഭീതി നശിക്കില്ല എന്നർത്ഥം. അതിന് ഒറ്റ വഴിയുള്ളൂ. സാക്ഷാൽ ഭഗവാന്റെ കാലചക്രത്തിൽ അകപ്പെട്ടവർക്ക് ചക്രായുധനായ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക, വേദവിധികളായ കർമ്മങ്ങൾ മാത്രം ചെയ്യുക, രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ബാക്കിയൊണ്ടും അതുകൊണ്ടും ഈ കാലചക്രത്തിൽ അകപ്പെടുന്നില്ല. കാലചക്രത്തിന്റെ ദുഃഖത്തെ അതിജീവിക്കാൻ പറ്റും. കാലചക്രത്തിൽ അകപ്പെട്ട ദുഃഖങ്ങളുണ്ടാകും ഇഷ്ടം പോലെ. പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഉണ്ടായിത്തരും. സിംഹത്തെ പേടിച്ചു പോയതൊന്നും കാര്യമില്ല. വേറെ എത്രയോ ദുർബലരായ മൃഗങ്ങൾ കാട്ടിലുണ്ട്. അവരെ ആശ്രയിച്ച് സിംഹത്തെ ജയിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. വനത്തിലെ ഒരു സംഭവത്തെ നാട്ടിലെ ഒരു സംസാര ജീവിതത്തെ ഭാഗവുമായിട്ട് കൂട്ടിച്ചേർത്ത് അവതരിപ്പിച്ചിരുന്നേ. കഥാചിത് ഈശ്വരസ്യ ഭഗവതോ വിഷ്ണോ ചക്രാൻ പരമാത്മാദി ദ്വിപരാർത്ഥാപവർഗ കാലോപവർഗലക്ഷണാദ പരിവർത്തിതേന വയസാരംഭസ ഹരത ആബ്രഹ്മധർമ്മസ്തംഭാദീനാം ഭൂതാനാം അനിമിഷതോ നിഷതാം പിത്രസ്തഹൃദയ തമേവ ഈശ്വരം കാലചക്രനിരായുധം സാക്ഷാത് ഭഗവന്തം യജ്ഞപുരുഷമനാദിത്യ പാഖണ്ഡദേവതാ കങ്ക വിരുദ്ധഭഗവടപ്രായാഹം ആദ്യസമയപരിഹൃതാഹ സാങ്കേത്യേനാഭിധത്തെ കഥാചിത് ഈശ്വരസ്യ ഭഗവതോ വിഷ്ണോശ്ചക്രാൻ പരമാണ്വാദിദ്വിപരാർത്ഥാപവർഗ കാലോപലക്ഷണാദ പരിവർത്തിതേന വയസാരംഭസാം ഹരത ആബ്രഹ്മധർമ്മസ്തംഭാദീനാം ഭൂതാനാം അനിമിഷതോ മിഷതാം പിത്രസ്തഹൃദയസ്തമേവേശ്വരം കാലചക്രവിജായുധം സാക്ഷാത് ഭഗവന്തം
യജ്ഞപുരുഷവനാദിത്യ പാഖണ്ഡദേവത കംഗഗൃഹ കംഗഗൃഹ ഭഗവതപ്രായാഹ ആയുധമേവരിഹൃതാഹ പാണ്ഡ്യത്യേന അഭിധത്തെ യഥാ പാഖണ്ഡിഭിഃ ആത്മവഞ്ചിതൈസ്തൈഃ ഉരുവഞ്ചിതോ ബ്രഹ്മകുലം സമാവസം തേഷാം ക്ഷീരം ഉപനയനാദി ശ്രൗതസ്മാർത്ഥകർമാനുഷ്ഠാനേന ഭഗവതോ യജ്ഞപുരുഷസ്യ ആരാധനമേവാം തദരോചയൻ ശൂദ്രകുലം ഭജതേ നിഗമാചാരേ അയുദ്ധിതോ യുഷ്യംഭിനീഭാവം കുടുംബഭരണം യഥാ വാനരജാതേഃ. എപ്പോഴാണോ പാഖണ്ഡിഭിഹി, മുമ്പ് പറഞ്ഞ പാഖണ്ഡികളാൽ വൈദിക ധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്ന കുറെ സംഘടനകളോ വ്യക്തികളോ അല്ലെങ്കിൽ ദേവതകളോ എന്തുമാവാം, അവരെ കൊണ്ട് പാഖണ്ഡിഭിഹി ആത്മവഞ്ചിതേ, അവർ തങ്ങളെ വഞ്ചിക്കുന്നവരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൈഹി, അവരാൽ ഉരുവഞ്ചിത, വളരെ വഞ്ചിക്കപ്പെട്ടവനായിട്ട് ബ്രഹ്മകുലം, ബ്രാഹ്മണ വംശത്തെ മുഴുവനും സമാവസത്തേഷാം, സമാവസൻ ആശ്രയിച്ചവനായിട്ട് ഭവിക്കുന്നു. തേഷാം ശീലം, അവരുടെ ശീലം ഉപനയനാദി സൗദ സ്മാർത്ത കർമാനുഷ്ഠാനേന, ഉപനയനാദികളായ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നതും സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നതുമായ കർമ്മങ്ങൾ, അതാണ് ശ്രൗത സ്മാർത്ത കർമാനുഷ്ഠാനേന. ശ്രൗതം ശ്രുതിയിൽ പറഞ്ഞത്, സ്മാർത്തം സ്മൃതിയിൽ പറഞ്ഞത്. അങ്ങനെയുള്ള കർമാനുഷ്ഠാനേന ഭഗവതോ യജ്ഞപുരുഷസ്യ ആരാധനമേവ, ഭഗവാനായ യജ്ഞപുരുഷന്റെ ആരാധനം തന്നെയാണ് വേണ്ടത്. അത് തത് അരോചയൻ ശൂദ്രകുലം, അത് ഇഷ്ടപ്പെടാത്ത ശൂദ്രകുലം ഭജതേ നിഗമാചാരേ അശുദ്ധിതോയസ്യ, വേദോക്ത കർമ്മം നടത്തുന്നതിൽ അശുദ്ധി ഉണ്ടായിട്ട് സംസ്കാരരൂപമായ ശുദ്ധിയില്ലാത്തത് കൊണ്ട് തത് അരോചയൻ, അത് ഇഷ്ടപ്പെടാതെ ബ്രാഹ്മണാചാരം രുചിക്കാത്തവരായ ശൂദ്രകുലത്തെ ഭജതേ, ആശ്രയിക്കുന്നു. യാതൊരുവനാണോ വാനരജാതേഹ ഇവ, കുരങ്ങുകൾക്ക് എന്ന പോലെ മിഥുനീഭാവ, സ്ത്രീകളുള്ള ചേർച്ചയും കുടുംബ ഭരണപാലനവും അതെന്താണ് സ്വഭാവമായിട്ട് തന്നെ മാറും. ഇന്ന് സംഭവിക്കാൻ പോകുന്ന മറ്റൊരു ദുരന്തത്തെ കുറിച്ച് സൂചിപ്പിച്ചതാണ്. യഥാർത്ഥമായ ആത്മസ്വരൂപം തിരിച്ചറിയാത്തവരായ അനേകം ആൾക്കാർ ഇന്നുണ്ട്. എന്താണ് ആത്മാവ്, ആത്മാവിന്റെ സ്വരൂപം എന്താണ് എന്ന് തിരിച്ചറിയില്ല. പക്ഷെ അവരെ പലരും വഞ്ചിക്കും. ഇന്ന് സംഭവിക്കുന്ന പല ആചാര്യന്മാരും അവരെ വഞ്ചിക്കപ്പെടും. ഇത് മാത്രം മതി, ഇതുകൊണ്ട് രക്ഷപ്പെടുകയുള്ളൂ, ഇങ്ങനത്തെ സ്മാർത്ഥക്രിയകൾ ചെയ്താൽ മാത്രം മതി, അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് ഇന്ന് നടക്കുന്ന പത്രത്തിൽ കാണുന്ന കുറെ അധികം സ്മാർത്ഥകർമ്മങ്ങളിൽ മന്ത്രവാദം, കൂടോത്രം മുതലായി കുറെ അവകൾ കൊണ്ട് വഞ്ചിക്കപ്പെട്ടു എന്നറിയും. പിന്നെ മനസ്സിലാകും ഇതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല, വഞ്ചിക്കപ്പെട്ടു. എന്നാൽ ഇനിയും ബ്രാഹ്മണ കുലത്തിൽ ചേർന്ന് അവരുടെ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് നേരായ വഴിയിൽ പോകാം എന്ന് വിചാരിക്കും. അപ്പോഴും വേദത്തിനും സ്മൃതികളിലും പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ കർമ്മഫലം തരുന്ന ഈശ്വരന്റെ ആരാധനയിൽ നിഷ്ഠയോടുകൂടി, ആ സ്വഭാവത്തോടുകൂടി അവരെ അനുഷ്ഠിക്കും. പക്ഷെ അന്ധകരണ ശുദ്ധിയില്ല. അന്ധകരണം ശുദ്ധമാവാത്തത് ഈ സംസ്കാരമുള്ളിലില്ല. അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെടില്ല. കുറച്ചു നാളൊക്കെ അനുഷ്ഠിച്ചു പോകും, ഞങ്ങൾക്കിത് പറ്റില്ല, അത് കളയും. അവസാനം ശൂദ്ര സമുദായം തന്നെയാണ് ശ്രേഷ്ഠം, അതിൽ തന്നെ പോകുന്നതാണ് പാഖണ്ഡമതമാണ് നല്ലതെന്ന് കരുതി ആശ്രയിക്കും. അപ്പൊ വേദോക്തങ്ങളായ കർമ്മത്തിൽ വേണ്ട വിധത്തിലുള്ള ശുദ്ധി ഇല്ലാത്ത അവരാകട്ടെ പാണ്ഡവന്മാരെ പോലെയാണ്. ആഹാരം, ഭയം, മൈഥുനം ഇവയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവരുള്ള ചേർച്ചയാണ് ശ്രേയസ്കരം എന്നുള്ളത് വരികയില്ല.
വാനരന്മാർക്ക് അങ്ങനെയാണ്. ഇന്ന ഭാര്യ വേണം, ഇന്ന ഭർത്താവ് വേണം, ഇന്ന മക്കൾ വേണം, അങ്ങനൊന്നുമില്ല. ഇന്നത്തുനിന്ന് ഭക്ഷണം കിട്ടണമെന്നില്ല. അതിനൊക്കെ അവർക്ക് അപ്പോ കാണുന്ന പോലെ. ഇതേപോലെ ഒരു കുടുംബ ജീവിത വ്യവസ്ഥ ഇന്നത്തെ ലോകത്ത് അറിയാതെ മനുഷ്യർ ഉണ്ടാക്കിയെടുക്കാൻ ഇടയാകും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം സാക്ഷാൽ ഭഗവാനെ തന്നെ ആശ്രയിച്ച് സ്മരിച്ച് അവിടെ നിശ്ചയിക്കപ്പെട്ട കർമ്മങ്ങൾ വിധിപൂർവ്വം ചെയ്തുകൊണ്ട് ജീവിക്കൽ മാത്രമാണ് വേണ്ടത്. അല്ലെങ്കിൽ വഴിപിഴച്ചു പോകാവുന്ന എത്രയോ ദുരന്തങ്ങൾ ഭൗതിക ലോക ജീവിതത്തിൽ നിരന്നു വരുന്നുണ്ട്. എത്ര പേര് കബളിപ്പിക്കാൻ വേണ്ടി ആധ്യാത്മിക ലോകത്ത് നമ്മൾ ചുറ്റും നടക്കുന്നുണ്ട്. അതിൽ വഞ്ചിതരായി അകപ്പെട്ട ഏതൊക്കെ തരത്തിലാണ് ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് കണക്കില്ലാതെയാകും എന്ന് അന്ന് തന്നെ ഭാഗവതം നമ്മെ ബോധ്യപ്പെടുത്തി. യഥാ പാഖണ്ഡിഭിഃ ആത്മവഞ്ചിതൈസ്തൈഃ ഉരുവഞ്ചിതോ ബ്രഹ്മകുലം സമാവസൻ തേഷാം ശീലം ഉപനയനാദിസൗതസ്മാർത്ഥകർമാനുഷ്ഠാനേന ഭഗവതോ യജ്ഞപുരുഷസ്യ ആരാധനമേവ തദരോചയൻ ശൂദ്രകുലം ഭജതേ നിഗമാചാരേ അശുദ്ധിതോ ഋഷിമുഖിനീഭാവ കുടുംബഭരണം യഥാ വാനരജാതേഹം. യഥാ പാഖണ്ഡിഭിഃ ആത്മവഞ്ചിതൈസ്തൈഃ ഉരുവഞ്ചിതോ ബ്രഹ്മകുലം സമാവസൻ തേഷാം ശീലം ഉപനയനാദിസൗതസ്മാർത്ഥകർമാനുഷ്ഠാനേന ഭഗവതോ യജ്ഞപുരുഷസ്യ ആരാധനമേവ തദരോചയൻ ശൂദ്രകുലം ഭജതേ നിഗമാചാരേ അശുദ്ധിതോ ഋഷിമുഖിനീഭാവ കുടുംബഭരണം യഥാ വാനരജാതേ. തത്രാപി നിരവരോധ സ്വൈരേണ വിഹരന് അധികൃപണബുദ്ധിഃ അന്യോന്യ മുഖനിരീക്ഷണാദിനാ ഗ്രാമ്യകർമ്മണൈവ വിസ്മൃതകാലാവധി. ഇനിയും ഈ വാനര കുടുംബഭരണ ജീവിതത്തെ കുറിച്ച് ഒന്നുകൂടി വിസ്തരിക്കുകയാണ്. തത്രാപി അവിടെയും നിരവരോധ ഒരു തടസ്സവും ഇല്ലാതായിട്ട് സ്വൈരേണ വിഹരൻ ഇഷ്ടാനുസരണം വിഹരിച്ച് ക്രീഡിച്ച് നടക്കാം. നിയമങ്ങളൊന്നുമില്ല, ആരും തടയില്ല, ഒന്നുമില്ല. ഇതാണ് വാനര കുടുംബ ജീവിതത്തിന്റെ പരിധിയുടെ അവരുടെ ഫലിതത്തിന്റെ കണക്കഥ. അതുകൊണ്ട് എന്തുവരും അധികൃപണ ബുദ്ധിയാകും, വിഷയാസക്തി കൂടി വരും. അപ്പൊ എന്ത് ചെയ്യും? അന്യോന്യ മുഖനിരീക്ഷണം കൊണ്ട് ഭാര്യാപത്രാദികളെ പരസ്പരം നോക്കി 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 മുഖം നോക്കി ഗ്രാമ്യകർമ്മങ്ങൾ മാത്രം കുൽസിതമായ കർമ്മം കൊണ്ട് തന്നെ വിസ്മൃത കാലാവധി മറന്നുപോകും, അവസാനിപ്പിച്ച്. ശൂദ്ര സമുദായത്തിലും ശാസ്ത്ര മര്യാദകളൊക്കെ അതിക്രമിച്ച് ഇഷ്ടാനുസരണം പീഡിക്കുന്നവരായിട്ട് തീരും. വിഷയഭോഗങ്ങളില് ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല. അതോടുകൂടി സ്ത്രീ പുരുഷന്മാർ അന്യോന്യം മുഖത്തോട് മുഖം നോക്കി 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 സംഭാഷണം ചെയ്തും നികൃഷ്ടമായ രതിലീലകൾ ചെയ്തും സുഖത്തിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ സുഖമാണെന്ന് കരുതി ചെയ്തും കാലം കഴിച്ചു പോകും. മരണമുണ്ടെന്നുള്ള വിചാരമേ ഉണ്ടാവില്ല. ആയുസ് വ്യർത്ഥമായി കഴിഞ്ഞു. ആ നിലയിലും സംസാര നിവൃത്തിക്ക് അവകാശമില്ല. എങ്ങനെയൊക്കെയാണ് സംസാരത്തെ നിവർത്തിപ്പിച്ച് കൊണ്ടുപോകേണ്ടത് കാണിക്കാൻ പുറപ്പെട്ടതാണ്. അപ്പൊ ഈ രീതിയിൽ കൂടി ആയാലും അതിൽ നിവൃത്തി ഉണ്ടാവില്ല. വിരക്തി ഉണ്ടാവാൻ ഇതൊന്നും സഹായിക്കില്ല. ആസക്തിയിലേക്ക് നമ്മെ വലിച്ചിഴക്കേ ചെയ്യുള്ളൂ. അങ്ങനെ ആവരുത് എന്ന് പറയാം. തത്രാവിരോധം സ്വൈരേണ വിഹരന് അധികൃപണബുദ്ധിഃ അന്യോന്യ മുഖനിരീക്ഷണാദിനാ ഗ്രാമ്യകർമ്മണൈവ വിസ്മൃതകാലാവധി. തത്രാപി നിരവരോധ സ്വൈരേണ വിഹരൻ അധികൃപണബുദ്ധിഃ അന്യോന്യ മുഖനിരീക്ഷണാദിനാ ഗ്രാമ്യകർമ്മണൈവ വിസ്മൃതകാലാവധി. ക്വചിത് ദ്രുമവദ്ദേശികാർത്ഥേഷു ഗൃഹേഷു രംശിൻ യഥാ വാനരസ്ഫുടതാരവത്സരോ വ്യപായക്ഷണഃ. ക്വചിത് ചിലപ്പോൾ ദ്രുമവത് മരത്തെ പോലെ വൃക്ഷത്തെ പോലെ ദ്രവിച്ചു പോകുന്നതാണ് ദ്രുമം എന്നതിന് പേര് വന്നു. അതേപോലെ കാലം കൊണ്ട് ദ്രവിച്ചു പോകുന്നതായ ദൈഹിക അർത്ഥേഷു ഐഹികമായ സുഖഭോഗങ്ങളില് ഇഹലോകത്തിൽ കിട്ടുന്ന സുഖഭോഗങ്ങളിലെ ഗൃഹേഷു വീടുകളില് രംശൻ രമിച്ചുകൊണ്ട് യഥാ വാനര എപ്രകാരമാണോ വാനരൻ സുതതാര വത്സര
പുത്രന്മാർ, ഭാര്യ എന്നിവരിൽ വാത്സല്യമുള്ളവരായിട്ട് വ്യവായക്ഷണ സംഭോഗമാകുന്ന ആഘോഷത്തോടുകൂടി കാലം കഴിച്ചു കൂട്ടും. ഇതുപോലെയാണ് വനത്തിൽ ആശ്രയം വൃക്ഷമാണ് എന്ന് കരുതി അതിനെ ആശ്രയിക്കുന്നത് പോലെയാണ് ഇഹലോകത്തിൽ അവരവരുടെ വീടുകളിലെ കുരങ്ങന്മാർ മരങ്ങളിൽ എന്ന പോലെ താല്പര്യത്തോടു കൂടി ലഭിക്കും. ഭാര്യാഭർത്തന്മാരിൽ ആസക്തി ഉണ്ടാകും, അവരോട് ചേർന്ന് സുഖിക്കും. ഇത് തന്നെയാണ് ഒരു മഹാഭാഗ്യം. ഇതിക്കുള്ളൊരു ജീവിതം എനിക്കുണ്ടാവാനില്ല എന്നൊക്കെ കഴിച്ചിരിക്കുന്നതിനിടയിൽ ഓരോ തരത്തിലുള്ള ഭയമുണ്ടാകും. അതിന് നിവൃത്തിയില്ലാതാകും. ആയുസ് പെട്ടെന്ന് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ആയുസ് പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അറിയില്ലാതെ പെട്ടെന്നാണ് നോക്കിയിരിക്കുക, അത് കടന്നു പോകും. പക്ഷേ മറ്റുള്ള അനേക തരത്തിലുള്ള സുഖഭൂതികളിൽ ആസക്തരായിട്ട് കുരങ്ങന്മാർ ജീവിതം മുഴുവൻ വ്യക്തമാക്കി. ഗൃഹേഷു രംശൻ യഥാ വാനരപുദാരവത്സലോ വ്യപായക്ഷണ ക്വചിത് ദ്രുമവദ്ദൈഹികാർത്ഥേഷു ഗൃഹേഷു രംശൻ യഥാ വാനരപുദാരവത്സലോ വ്യപായക്ഷണ ഏവം അധ്വന്യവരുന്ധാനോ. ഇങ്ങനെ അധ്വനി ഈ വഴി ഏത് പ്രവൃത്തിമാർഗം സംസാരലോക ജീവിതത്തിൽ ഏവം അധ്വനി അവരുന്ധാന തടയപ്പെട്ടവനായിട്ട് മൃത്യുഗജ ഭയാത് മൃത്യുവാകുന്ന ഗജത്തെ കൊണ്ടുള്ള ഭയം കൊണ്ട് തമസി ഗിരികന്ധരപ്രായ പർവ്വതങ്ങളിലെ ഗുഹകൾ പോലെ ഇരുട്ട് വ്യാപരിക്കുന്ന തമസിൽ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കഴിയുകയുള്ളൂ. മറ്റൊരു വഴിയും കിട്ടില്ല. കാട്ടിലെ ആനയെ പേടിച്ച് ഒരു പർവ്വത ഗുഹയിൽ ചെന്ന് താമസിക്കുന്നത് പോലെ സംസാരമാർഗത്തിൽ അകപ്പെട്ടവർ മരണമാകുന്ന ആനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പർവ്വത ഗുഹ പോലെ അന്ധകാരം നിറഞ്ഞ അവിവേകത്തിലേക്ക് ചെന്നാണ്. ഈ ഗുഹയാണ് ഭൗതിക ലോക ജീവിതം. ഇരുട്ടുകൊണ്ട് വ്യാപരിച്ചിരിക്കുന്ന ഗുഹയ്ക്ക് സമാനമാണ് ഈ ഗൃഹസ്ഥധർമ്മം. അതിനെയാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. ആനയെ പേടിച്ച് ഇതിലകപ്പെടുന്നവരാണ്. കാലത്തെ പേടിച്ച് മരണത്തെ പേടിച്ച് ഒരു ഗുഹയിൽ ചെന്ന് അകപ്പെടുന്നത് പോലെ അവിടെ എങ്ങും ഈ പ്രവൃത്തി മാർഗത്തെ കുറിച്ച് വിസ്തരിച്ച് പറയാം. സംസാര ജീവിതമാകുന്ന ഭൗതിക ലോക ജീവിതമാകുന്ന പ്രവൃത്തി മാർഗത്തിലേക്ക് അകപ്പെട്ടു പോകുന്നവർക്ക് അതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ വിരക്തി നേടിയില്ലെങ്കിൽ രക്ഷപ്പെടാനാവില്ല. ഈ കാട്ടിൽ വഴി കാണാതെ പുറത്ത് കിടക്കാനാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി 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 കാലം കൊണ്ട് അതിൽ തന്നെ കിടന്നശിക്കുള്ളൂ. ഒരിക്കലും അങ്ങനെ ആവരുത്. കാട്ടിൽ നിന്നും പുറത്ത് കടക്കുക തന്നെ ചെയ്യണം. കാട്ടിൽ കയറിയാൽ കാട്ടിൽ നിന്നും പുറത്ത് കിടക്കാനാവില്ല. അതിനാണ് അറിവ് വേണ്ടത്, ആത്മജ്ഞാനം വേണ്ടത്. അതുകൊണ്ട് മാത്രമേ പുറത്തു കിടക്കാൻ പറ്റൂ. ഏവം മധ്വന്യപരുന്ധാനോ മൃത്യുഗജഭയാത്തമഫീഗിരികന്ധരപ്രായം ഏവമധ്വന്യപരുന്ധാനോ മൃത്യുഗജ ഭയാത്തംഫി ഗിരികന്ധരപ്രായം ക്വചിത് ശീതവാദാദ്യനേകാം ദൈവിക ഭൗതിക ആത്മീയാനം ദുഃഖാനം പ്രതിനിവാരണേ അകൽപ്പോ ദുരന്ത വിഷയവിഷണ്ണ ആപ്തയും ക്വചിത് ചിലപ്പോൾ ശീതവാദാദി അനേകം മുമ്പേ പറഞ്ഞ വരിയാണത്. ശീതവാദാദികളായ അനേക ദൈവിക ഭൗതിക ആത്മീയങ്ങളായ ദുഃഖങ്ങളുടെ പ്രതിനിവാരണത്തിൽ അശക്തനായിട്ട് ദുരന്ത വിഷയവിഷണ്ണ അവസ്ഥയെ. ദുരന്തം എന്ന് വെച്ചാൽ ദുഃഖപൂരിതമായ അന്തത്തോടു കൂടിയത്. അവസാനം ദുഃഖം മാത്രമായി അവശേഷിക്കുന്ന ആ ഭൗതിക ലോക ജീവിതത്തിന്റെ അന്തിമത്തിൽ തന്നെ ആവസ്ഥയെ ഇരിക്കേണ്ടി വരും. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പറ്റില്ല. കാട്ടിൽ മുമ്പേ പറഞ്ഞാണ് വർഷവാദാദികളേറ്റ് സങ്കടപ്പെടുന്നു എന്ന്. നാട്ടിൽ അതിനു പകരം എന്താണ് കാമരാഗാദികളായ ശത്രുക്കൾ
അല്ലെങ്കിൽ എന്താണ് ഈച്ച എറുമ്പ്, അതേപോലെ എന്താണ് അവിടെ പട്ടികൾ, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ പന്നികൾ, ആന, പുലി, പല തരത്തിലുള്ള ഭൗതിക ദുഃഖങ്ങൾ. അതുകൂടാതെ അതിവൃഷ്ടിയോ അനാവൃഷ്ടിയോ അല്ലെങ്കിൽ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ സുനാമിയോ അതുമല്ലെങ്കിൽ പകർച്ചവ്യാധികളോ ഇതിലേതിലെങ്കിലും ഇത് മൂന്നും കൊണ്ടുണ്ടാകുന്ന ദുഃഖം അത് ഇല്ലാതാക്കാൻ പല വിധത്തിൽ ശ്രമിക്കും, പക്ഷെ അതിന് കഴിയില്ല. അവസാനം ആ ചിന്തയിൽ മുഴുകി അല്പം പോലും സന്തോഷിക്കാതെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടും. സന്തോഷം കൊണ്ട് നിറയ്ക്കാനുള്ളതാണ് ജീവിതം എന്ന് തിരിച്ചറിയാതെ ആ ജീവിതത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തി പോകും. ശീതവാദാദി അനേക ദൈവിക ഭൗതിക ആത്മീയാനം ദുഃഖാനം പ്രതിവാരണേ അകൽപ്പോ ദുരന്ത വിഷയ വിഷണ്ണ ആസ്തയെ ക്വചിത് ശീതവാദാദ്യനേക ദൈവിക ഭൗതിക ആത്മീയാനം ദുഃഖാനം പ്രതിവാരണേ അകൽപ്പോ ദുരന്ത വിഷയ വിഷണ്ണ ആസ്തയെ ക്വചിൻ വിധോ വ്യവഹരൻ യത്കിഞ്ചിത് ധനം ഉപയാതി വിത്തശഖ്യേനാം. ചിലപ്പോൾ മിഥോ വ്യവഹരൻ പരസ്പരം വ്യവഹരിച്ചുകൊണ്ട് വിത്തശാഠ്യം കൊണ്ട് ഇന്ന വിധത്തിലുള്ള ധനം കിട്ടണം എന്ന ശാഠ്യം കൊണ്ട് യത്കിഞ്ചിത് ധനം ഏതെങ്കിലും കുറച്ച് ധനം ഉപയാതി കൈവശം വരും. ഏതെങ്കിലും തരത്തിൽ ചിട്ടി പിടിച്ചോ ലോൺ എടുത്തോ മറ്റുള്ളവരെ വഞ്ചിച്ചോ ശമ്പളം കിട്ടിയോ ജോലി ചെയ്തോ അല്ലാതെയോ ലാഭമുണ്ടാക്കിയോ ലോട്ടറി കൊണ്ടോ ഒക്കെ ധനാശ കൊണ്ട് പലതരത്തിൽ ഉള്ള സ്വാധീനം കൊണ്ട് കുറെ സമ്പത്ത് കയ്യിൽ വന്നാൽ ഇത് നിമിത്തം പാപം അധികരിച്ച് ഭയത്തെ മാറ്റാൻ പറ്റില്ല, അത് ഭയത്തെ വർദ്ധിപ്പിക്കത്തുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ധനം സമ്പാദിച്ച് കൂട്ടിവെച്ചാൽ അത് ഏതെങ്കിലും തരത്തിൽ ദുഃഖമായി മാത്രമേ കലശിക്കുള്ളൂ. അതിനുവേണ്ടി അല്ല ശ്രമിക്കേണ്ടത് എന്ന് ഈ സംസാര ജീവിതത്തെ കുറിച്ച് വിസ്തരിച്ച് വർണ്ണിച്ചപ്പോൾ ഭാഗവതകാരൻ ഒന്ന് ഉപന്യസിച്ചതാണ്. ക്വചിൻ മിഥോ വ്യവഹരൻ യത്കിഞ്ചിത് ധനമുപയാതി വിത്തശാഠ്യേനാം. ക്വചിൻ മിഥോ വ്യവഹരൻ യത്കിഞ്ചിത് ധനമുപയാതി വിത്തശാഠ്യേനാം. ഇതിങ്ങനെ സംസാരത്തിന്റെ ആ ഒരു സ്വഭാവത്തെ കുറിച്ച് 46 ശ്ലോകത്തിലുണ്ട്. നമുക്ക് എന്തായാലും മുഴുവൻ തീരില്ല. നമുക്ക് തൽക്കാലം ഇവിടെ ഉപസംഹരിക്കാം. അടുത്ത ദിവസം നമുക്ക് ബാക്കിയെടുത്ത് ഈ അധ്യായം കൂടെ തീർന്നു കഴിഞ്ഞാൽ പിന്നീട് പഞ്ചമസ്കന്ധത്തിന്റെ 2ാമത്തെ ഭാഗം എന്ന് പറയുന്ന പ്രപഞ്ച വർണ്ണനെ കുറിച്ച് നിൽക്കുകയാണ്. ഭൂഗോള വർണ്ണനം എന്ന് പറയും. ആ വിഷയത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം തുടങ്ങി തുടങ്ങാം. ബാക്കി സംശയങ്ങൾക്ക് ചോദിക്കാം. അതിന് ഇവിടെ ഉപസംഹരിക്കാം. ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. നമസ്കാരം.